ഇലക്ട്രോപോയിൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത 2.1 ആംപ്ലിഫയർ വരുന്നത്. ഇതൊരു 5.1 ക്യാബിനറ്റിനകത്താണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടത് ഒരു 5.1 ആക്കി അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഫ്രണ്ട് പാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഒരു മാസ്റ്റർ വോളിയം, അതുപോലെ തന്നെ ഒരു സബ് വോളിയം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ ഓൺ ഓഫ് സ്വിച്ചും, ബാസ്, ട്രബിള്, സെൻറ്റർ ചാനൽ, അതുപോലെ സറൗണ്ട് ചാനൽ. പിന്നീട് നമുക്ക് ഒരു 5.1 ചെയ്യുമ്പോൾ അതിനാവശ്യമായ കൺട്രോളുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3-വേ സെലക്ടർ സ്വിച്ച്, DVD, ഓക്സ് എന്നിവ സെലക്ട് ചെയ്യുന്നതിനായി ഒരു സെലക്ടർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു വയർ കമ്പനിയുടെ ഒരു USB ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. കൂടാതെ ഇതിൽ റെക്കോർഡിംഗ് ഓപ്ഷനും വരുന്നതാണ്. പിന്നെ നമ്മൾ മാസ്റ്റർ നോബിൾക്ക് താഴെയായി ഭംഗി കൂട്ടുന്നതിനായി നമ്മൾ LED ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന 6RC സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു സോക്കറ്റിൽ മാത്രം നമ്മൾ ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഇത് 5.1 ആക്കുമ്പോൾ നമ്മൾ അതിനാവശ്യത്തിനാണ് നമ്മൾ ഇത്രയും 6RC സോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു കൂളിംഗ് ഫാനും അതിൻ്റെ ഒരു ഗ്രില്ലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് സ്പീക്കർ കണക്ടറുകളാണ്. മെയിനായിട്ടുള്ള നമ്മൾ സബ് ഔട്ടിനായി ഒരു സ്പീക്കർ കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ചാനൽക്കായി സ്പീക്കർ കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല ഹെവി AC കോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി ട്രാൻസ്ഫോമറാണ്. 27/27 ഒരു 5 ആംപിയറിലും, അതുപോലെ 12/12 ഒരു 8 ആംപിയറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് ഒരു 5.1 ആക്കുമ്പോൾ അത്യാവശ്യം ആംപിയറും കാര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഹെവി ആയ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അഡീഷണലായി 2 12/0 ടാപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റ് ഓഡിയോ ഗ്രേഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 4 ട്രാൻസിസ്റ്റർ വരുന്ന ഒരു മോണോ ബോർഡാണ്. അത് ശക്തി ഓഡിയോസ് എന്ന കമ്പനിയുടെ ബോർഡാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ ഇവിടെ സ്റ്റീരിയോയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് TDS 7265 IC വെച്ചിട്ടുള്ള ഒരു 2 IC വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ബോർഡാണ്. 50+50 RMS ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ സബ് ഔട്ടായിട്ട് വരുന്നത് ഒരു 250 വാട്ട് RMS ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മെഴ്സൽ എന്ന കമ്പനിയുടെ TLO 72 ഒപ്പം IC വെച്ചിട്ടുള്ള ഒരു 2-വേ കൺട്രോൾ ബോർഡാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗെയിനും കാര്യങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 ചാനൽ സ്പീക്കർ റൊട്ടേഷൻ ബോർഡാണ്. ഇപ്പോൾ നമ്മളിതിൽ 3 ചാനൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഇത് 5 ചാനലാക്കുമ്പോൾ നമുക്ക് ഒരു 5 ചാനൽ സ്പീക്കർ റൊട്ടേഷൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 ചാനൽ സ്പീക്കർ റൊട്ടേഷൻ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സബ് ഫിൽട്ടർ ബോർഡാണ്. യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന കമ്പനിയുടെ ഒരു സബ് ഫിൽട്ടർ ബോർഡ് തന്നെയാണ്. അടുത്തത് നമ്മളൊരു പവർ സെക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. 12/0 ടാപ്പിങ്ങിനായി ഒരു പവർ സെക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 27/027 അതിനുമായി അത്യാവശ്യം നല്ല ഹെവി കപ്പാസിറ്ററും അതുപോലെ 10 ആംപിയർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാനും അതുപോലെ തന്നെ 3-വേ സെലക്ടർ സ്വിച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. To carry on into the wild.
to the wild, into the wild.